ഫൈനലി ടോക്സിക് ടീസർ വന്നിരിക്കുകയാണ്. ഏറെ വിവാദങ്ങൾക്ക് ശേഷം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് യാഷ് നായകനാകുന്ന ടോക്സിക് എന്ന് പറയുന്ന സിനിമയുടെ ടീസർ ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. മാർച്ചിലാണ് പടത്തിൻ്റെ മെയിൻ റിലീസ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പ് യാഷിൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് ഇൻട്രൊഡ്യൂസിങ് റായ എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇറക്കമുണ്ടായി. അത് വളരെ വിവാദമാവുകയും വൈറലാവുകയൊക്കെ ചെയ്തിരുന്നു. നമ്മുടെ ചാനലിലും അതിനെ റിവ്യൂ ചെയ്തുകൊണ്ട് റിയാക്ഷൻ ചെയ്തുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. നമ്മുടെയും അഭിപ്രായം തന്നെയായിരുന്നു. അതൊരു 18+ അഡൾട്ട് കണ്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നുകൊണ്ട് തന്നെ അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചിരുന്നില്ല. ഇനി ഈ ടീസറും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ടീസർ കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത്. ഇത് കാണാൻ പറ്റുന്നതാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ടീസർ കാണുമ്പോഴേ മനസ്സിലാകാൻ സാധിക്കത്തുള്ളൂ. കൂടുതൽ വിവരങ്ങളൊന്നും ഇതിനെപ്പറ്റിയില്ല. എന്തായാലും നമുക്ക് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ട് താഴെ കിടക്കുന്ന ഹൈ ബട്ടണും ക്ലിക്ക് ചെയ്യുക. കണ്ണിന് ചെറിയ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് കണ്ണാടി വെച്ചിരിക്കുന്നത്, വേറൊന്നും തോന്നരുത്. വെൽക്കം ടു സിനി പീഡിക. കണ്ണാടി വെച്ചിട്ട് നല്ല രസമുണ്ടെങ്കിൽ കമൻറ്റിൽ കണ്ണാടി വെക്കുന്നത് നല്ലതാണെന്നുള്ളത് പറയുക. അതല്ല കണ്ണാടി വെക്കണ്ട എന്നുള്ള ആണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറയുക. കാരണം എനിക്കറിയില്ലല്ലോ ഇപ്പം നിങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്കറിയത്തുള്ളൂ നമ്മുടെ കോലം എന്താണെന്നുള്ളത്. അപ്പോൾ ശരിക്കും എല്ലാ ഭാഷയിലും ടീസർ റിലീസായിട്ടുണ്ട്. കന്നഡയാണ് ഒറിജിനൽ ലാംഗ്വേജ്. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ ഇത് വന്നിട്ടുണ്ട്. സോ ഏത് ലാംഗ്വേജിൽ കാണണം എന്നുള്ളത് എനിക്കൊരു വലിയൊരു കൺഫ്യൂഷനിലാണ്. സോ KVN പ്രൊഡക്ഷനാണ് നിർമ്മാണം. അപ്പോൾ അവരുടെ യൂട്യൂബ് ചാനൽ തന്നെയാണ് എല്ലാ ലാംഗ്വേജിലും വന്നിരിക്കുന്നത്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. 1 മിനിറ്റ് 56 സെക്കൻഡ് മാത്രമേ ഉള്ളൂ ഈ ടീസറിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം കന്നഡ കണ്ടിട്ട് അതിനുശേഷം നമുക്ക് മലയാളം കാണാം. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് അടിക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പഴയതിന് കോപ്പിറൈറ്റ് അടിച്ചതായിട്ട് ഓർമ്മയും വരുന്നില്ല. എന്തായാലും കോപ്പിറൈറ്റ് അടിച്ചു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ 2 എണ്ണം ബാക്ക് ടു ബാക്ക് ചെയ്യുന്നു. ഓക്കെ, ലെറ്റ്സ് റിയാക്ട്. നടക്കും സൗണ്ടൊക്കെ ഓക്കെ അല്ലേ? ആദ്യം കന്നഡ. 7 മണിക്കൂറായി പറഞ്ഞിട്ട്. വിഷ്വൽസ് ഭയങ്കര കേട്ടോ. വീണ്ടും ಎಲ್ರೂ ಎದುರಾಕೊಂಡು ಬದುಕಕ್ಕಾಗಲ್ಲ. ಹಠ ಬಿಟ್ಬಿಡು. ಯುವ ಪ್ರಾಯ. ക്വാളിറ്റി. 1 മിനിറ്റ് കണ്ണെടുത്ത അവിടെ പോവും. I say it. അപ്പ ഗീതു മോഹൻദാസ് വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഗീതു മോഹൻദാസ് തന്നെയാണെന്നുള്ളത്. യാഷ് അവനല്ലേ മറ്റേ സുദീപ്. Who is that? Is that Yash? മോനെ വിദ്യുത് ജവാൻ ഒപ്പം തന്നെ 19 തീയതി. സൂപ്പർ മനെ സൂപ്പർ സാധനം. പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ് ഞാൻ പറയേണ്ടത്. പ്രൊഡക്ഷൻ ക്വാളിറ്റി ഗംഭീരമായിട്ടുണ്ട്. ഓരോ ഫ്രെയിമും അതിൻ്റെ ആ കളർ ഗ്രേഡിങ്ങും പരിപാടിയെല്ലാം ഗംഭീരമായിട്ടുണ്ട്. ഇനി ശരിക്കും പറയും ഇതിൻ്റെ ബാക്കി നമ്മുടെ മലയാളം കേട്ടാലേ മനസ്സിലാകത്തുള്ളൂ എന്തൊക്കെ ഡയലോഗാണ് പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ നമുക്ക് മലയാളം ടീസർ കണ്ടിട്ട് ബാക്കി കാര്യം സംസാരിക്കാം. ലെറ്റ്സ് റിയാക്ട്. ചെറുതല്ല. സാധനം
റോയൽ സർവീസ്. ഇവരുടെ കുതന്ത്രങ്ങളുടെ രൂപം മാറണം. ഈ ഷോട്ട് റിപ്പീറ്റ് ആവുന്നുണ്ടോ സംശയം. എടാ വീണ്ടും അഡൾട്ട് കണ്ടന്റ് മോൺസ്റ്റർ ഓഫ് മൈൻഡ്. എല്ലാവരെയും ശത്രുക്കളാക്കി ജീവിക്കാനാവില്ല. ഒരു divorce നീയൊക്കെ. Give up, Raya. ജീവപ്രായ പുള്ളിക്ക് വാണിംഗ് കൊടുക്കുക. It's over. ബ്രൂട്ടലാണ്, ബ്രൂട്ടൽ, പക്ക ബ്രൂട്ടൽ. ഇത്ര നേരം അത് കൊട്ടിക്കൊണ്ടിരുന്നത് അവൻ്റെ കൈ കൊണ്ടായിരുന്നു. ബട്ട് ഈ ലുക്ക് സൂപ്പർ കേട്ടോ. സൂപ്പർ. രാജീവ് രവിയുടെയാണ് ക്യാമറ, ഗീതു മോഹൻദാസിൻ്റെ ഹസ്ബൻഡിൻ്റെ. പിന്നെ രാജീവ് രവിയുടെ ക്യാമറ വർക്കിനെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, ഗംഭീര വിഷ്വൽസ് ആയിരിക്കും. അത് ഈ പ്രൊഡക്ഷൻ ക്വാളിറ്റി, KVN പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി ഈ ടീസറിൽ കാണാനുണ്ട്. ഒരു ബ്രഹ്മാണ്ഡത ഫീൽ ചെയ്യുന്നുണ്ട് ഓരോ ഫ്രെയിമിലും. ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഇൻട്രൊഡ്യൂസിങ് റായ എന്ന് പറയുന്നതിൻ്റെ അകത്ത് കുറച്ചൊരു നാടകീയത എവിടേക്കോ ഫീൽ ചെയ്തു. ഇച്ചിരി ഒന്ന് ഓവറായി പോകുന്നല്ലോ തോന്നി. ബട്ട് ഇത് കറക്റ്റ് ഒരു മീറ്റർ പിടിച്ചിട്ടുണ്ട്. ആ ഒരു ഇപ്പോൾ KGF കഴിഞ്ഞ് ആൾക്കാർ യാഷിനെ കാണാൻ എങ്ങനെ ഇരുന്നോ അതിൻ്റെ ഒരു ഫീല് ഇതിലേക്ക് നൽകുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ബട്ട് അഡൽട്ട് കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള ഒരു സിനിമയായിരിക്കും. കാരണം എന്നാ ദ ഫെയറി ടെയിൽ ഓഫ് ഗ്രോൺ അപ്സ് എന്ന് ആണ് ഇതിൻ്റെ ടോക്സിക്കിൻ്റെ ബാക്കി പേരെന്ന് പറഞ്ഞിട്ട്. ഈ വലിയ ആൾക്കാർ കണ്ടാൽ മതി എന്ന് ഓൾറെഡി ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് അഡൽട്ട് കണ്ടന്റ് കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു A സർട്ടിഫിക്കറ്റ് കിട്ടുന്നൊരു സിനിമയായിരിക്കും, അതല്ലെങ്കിൽ UA ആണോ എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ടീസറിൽ കണ്ട ഈ പകുതി സീനുകളും തിയേറ്ററിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്. കാരണം വെട്ടുന്നത് മുറിക്കുന്നതെല്ലാം കട്ട് ചെയ്ത് അല്ലെങ്കിൽ ബ്ലർ ചെയ്ത് എല്ലാം കളയേണ്ടി വരും. കാരണം ഇതൊന്നും നമ്മുടെ സെൻസർ ബോർഡിന് അനുവദനീയമല്ലല്ലോ. അപ്പോൾ സെൻസർ ബോർഡിന് നമ്മൾ ബീഫ് കഴിപ്പിക്കുന്നതാണല്ലോ, അതൊക്കെ വലിയ വിഷയമില്ലാത്ത കേസാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഈ സെൻസറിങ് നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടീസർ വർക്കൗട്ടായി. നല്ലൊരു കട്ട്സാണ്, അതുപോലെ തന്നെ നല്ല വിഷ്വൽസ് ഉണ്ട്. 2-3 VFX വർക്കുകൾ ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ആനയുടെ കാര്യങ്ങളൊക്കെ VFX വർക്കുകൾ ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒക്കെ ഒരു ക്വാളിറ്റി, ഈ പ്രൊഡക്ഷൻ ക്വാളിറ്റി കാണാനുണ്ട്. അതുപോലെ തന്നെ യാഷിൻ്റെ 2 ടൈപ്പിൽ ഓഫ് ലുക്സ് ഇതിൻ്റെ അകത്ത് റിവീൽ ചെയ്തിട്ടുണ്ട്. അതും ഗംഭീരമായിട്ടുണ്ട്. ആകെ നിരാശപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ ഒരു 7-8 നായികമാരുള്ളതെടുത്ത് അവരിൽ ഒരാളുടെ ഷോട്ട് പോലും ഇതിൻ്റെ അകത്ത് വെച്ചിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു നിരാശാജനകമായ ഒരു കാര്യം. കാരണം അവർ എന്താണ്, അവരുടെ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ബട്ട് ഇതിപ്പം ടോക്സിക്കിൻ്റെ 3ാമത്തെ ഒരു വീഡിയോ ആണ് റിലീസാകുന്നത്. ആദ്യം ഒരു ബാറിലേക്ക് നടന്നു പോകുന്നൊരു സാധനം ഉണ്ടായിരുന്നു, അതിനുശേഷം ഇൻട്രൊഡ്യൂസിങ് റായ ആയിരുന്നു, ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഒരു നായികമാരെ പോലും ഫോട്ടോ അല്ലാതെ വിഷ്വലി ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് ട്രെയിലർ വരും. അപ്പോൾ ട്രെയിലറിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും കാണുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ടീസർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും സിനിമ മാർച്ച് 19 റിലീസാകുമ്പോൾ നമ്മൾ പോയി കാണും. കണ്ടതിന് ശേഷം നമ്മുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതുമായിരിക്കും. ഈ സെയ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പറച്ചിലോ അല്ലെങ്കിൽ പണ്ടിങ്ങനെ പറഞ്ഞ് ഗീതു മോഹൻദാസ് ഇപ്പം ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരി നല്ലൊരു സാധനം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കൈയടിക്കുക തന്നെ ചെയ്യും, അതിനെ വരവേൽക്കുക തന്നെ ചെയ്യും. നല്ലൊരു കണ്ടൻ്റാണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു കഥയും
നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു പടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൈയടിക്കുക തന്നെ. പിന്നെ നിലപാടുകൾ പണ്ട് പറഞ്ഞതിന് ഒരു കളിയാക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഒരു ഉണ്ടാവും. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത വർക്ക് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈയടി കിട്ടുക തന്നെ ചെയ്യും. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മുടെ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ കണ്ണാടി വെച്ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.